എടോ, താൻ എനിക്കൊരു ഉപകാരം ചെയ്യണം. പ്രായമൊക്കെ ആയല്ലോ. ഇനിയിപ്പോൾ പെണ്ണ് കിട്ടാനുള്ള സാധ്യതകളൊക്കെ കുറവാണ്. അതിന് തനിക്ക് വേണ്ടി ഞാൻ പെണ്ണ് കെട്ടി ഉപകാരം ചെയ്യണമെന്നാണോ താൻ പറഞ്ഞു വരുന്നത്? മർമ്മം ഭേഷായിരിക്കണു, രസികൻ തന്നെ. ഞാൻ അതല്ല പറഞ്ഞത്. പിന്നെ എന്താ? എടോ, ഇനിയിപ്പോൾ ഈ പ്രായത്തിൽ പെണ്ണ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ നമ്മുടെ പോറ്റിയുടെ ഭാര്യയുമായിട്ട് ചെറിയ ഒരു അല്ല, പോറ്റിയോ? ഏത് പോറ്റി? എടോ, ആ കൊടുമൺ പോറ്റിയില്ലേ, അയാളുടെ ഭാര്യയും ഞാനും ഇച്ചിരി നാളായി ബന്ധത്തിലാണ്. കക്ഷിയെ എനിക്ക് പരിചയമില്ല. ആട്ടെ, ഞാനെന്താ വേണ്ടേ? എടോ, അയാളിപ്പോൾ ആ പൂജ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് വരും. ആ ഭരണ വഴിക്ക് താൻ അയാളെ അങ്ങോട്ട് തടഞ്ഞു നിർത്താം. ഒരു മണിക്കൂർ അങ്ങോട്ട് തടഞ്ഞു നിർത്താം. 1 മണിക്കൂറോ? അതെന്തിനാ? ആ 1 മണിക്കൂറിൽ ഞാൻ എൻ്റെ അടുപ്പക്കാരിയുടെ അടുത്തൊന്നും പോയിട്ട് വരാം. എന്താ സഫായി പറഞ്ഞേ? ഇതൊക്കെ മോശല്ലേ? എന്ത് മോശം? അയാൾക്ക് മാത്രമേ സംബന്ധം പാടുള്ളൂ, ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ നാട്ടു നടപ്പ് തന്നെയാണ്. ആ 1 മണിക്കൂർ അയാളെ അങ്ങോട്ട്. എന്നാലും അതൊന്നും നടക്കില്ല. താൻ എന്നെ ഒന്ന് സഹായിക്കുക. തനിക്ക് ഞാൻ മന്ത്രിയുടെ കയ്യിൽ നിന്ന് 100 പൊന്മണം വാങ്ങിത്തരാം. എന്റെ സ്വാധീനം തനിക്കറിയാലോ. പൊൻപണം. ശരി. അതാണ്. അപ്പോ ഞാനിങ്ങടെ ആള് വന്നുണ്ട്. പോറ്റി അദ്ദേഹം അല്ലേ? കൊടുമൺ പോറ്റി. അതെ, എന്താ? ഭാരതീയ സിദ്ധാന്തങ്ങളും പൂജാവിധികളെയും പറ്റി അടിയന് ചില സംശയങ്ങളുണ്ട്. ഒന്ന് നിവർത്തിച്ചു തരണം. എനിക്ക് അധിക സംശയങ്ങളുണ്ട്. കുറച്ച് സമയം ഞാൻ എടുക്കും. അങ്ങേക്ക് ബുദ്ധിമുട്ടില്ലല്ലോ? വീട്ടിലേക്ക് പോണ സമയമാണ്. എന്നാലും സാരമില്ല, താൻ ചോദിക്ക. അതാണ് എനിക്ക് വേണ്ടത്. അല്ല, ഇപ്പോ ഞാൻ ഒരാളുടെ പേരിൽ ശത്രു സംഹാര പൂജ കഴിക്കുകയാണെന്ന് വിചാരിക്കുക. അതേ ആള് എന്റെ പേരിലും ശത്രു സംഹാര പൂജ കഴിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇതില് ഏത് പൂജയാണ് ഭരിക്കുക? താനാള് കൊള്ളാലോ. ഓ, എന്നാ അടുത്ത ചോദ്യം. എന്നാ അടുത്തത് ചോദിച്ചോട്ടെ. ഒരു സംശയം കൂടിയുണ്ട്. ബോധ്യായില്ലേ? കഴിഞ്ഞോ? ഇനിയിപ്പോ 15 നിമിഷം കൂടി ഉണ്ടല്ലോ. അല്ല, എനിക്ക് ഒരു ചോദ്യം കൂടി ഉണ്ട്. അതങ്ങ് ഓർമ്മ കിട്ടുന്നില്ല. തനിക്ക് കുടുംബം പോറ്റിയ ശരിക്കും മനസ്സിലായിട്ടില്ല. താൻ എന്നെ മനഃപൂർവ്വം ഇവിടെ തടഞ്ഞു നിർത്തിയേക്കണമെന്ന് വന്നപ്പോ തന്നെ എന്റെ ജ്ഞാനദൃഷ്ടിയിൽ എനിക്ക് മനസ്സിലായിരിക്കുന്നു. ഉള്ളത് പറഞ്ഞാൽ തനിക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ശപിച്ച് വാനരനാക്കി കളയും. അയ്യോ, അങ്ങനെ അടിയനെ വാനരനാക്കല്ലേ. ഉള്ളത് പറയാമേ. എന്റെ ചങ്ങാതിക്ക് അങ്ങയുടെ ഭാര്യയുമായിട്ട് ഒരു അടുപ്പമുണ്ട്. അയാൾ അങ്ങയുടെ ഇല്ലത്തേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങയെ 1 മണിക്കൂർ തടഞ്ഞു നിർത്തണമെന്ന് പറഞ്ഞു. അതിന് പ്രത്യുപകാരമായിട്ട് മന്ത്രിയുടെ കയ്യിൽ നിന്ന് 100 പൊന്മണം വാങ്ങിത്തരാന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് സത്യം. എന്നെ ശിക്ഷിക്കരുത്, എന്നെ വാനരനാക്കരുത്. നിന്നെ ഇനി എന്തു വാനരനാക്കാനാടാ? ചെടം മണ്ട, എന്റെ ഭാര്യ മരിച്ചിട്ട് വർഷം 16 ആയിരിക്കണു. വിഡ്ഢി കൂഷ്മാണ്ഡം. നിന്റെ ചങ്ങാതി ശരിക്കും ഇവിടെ തടഞ്ഞു നിർത്തിയിരിക്കുന്നതേ എന്നെ അല്ല, നിന്നെ. അവൻ സംബന്ധത്തിന് പോയിരിക്കണത് എന്റെ ഭാര്യയുടെ അടുത്തല്ല, നിന്റെ ഭാര്യയുടെ അടുത്താ. നോക്കി നിൽക്കാണ്ട് ഓടാൻ എന്റെ വീട്ടിലേക്ക്. എടാ മോനെ, ആദ്യം നീ നിന്റെ വീട് നന്നാക്കിയിട്ട് നീ ടർബോ ജോസിനെ എയറിൽ വിടാൻ പറ. നന്ദഗോപാൽമാരാർക്ക് വിലയിടാൻ അങ്ങ് തലസ്ഥാനത്ത് ഡൽഹിയിലും ഒരുപാട് ക്രാപ്പന്മാർ ശ്രമിച്ചു നോക്കിയതാ. മാരാരിരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കും. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. എവിടെ പോടാ? ഞാൻ എന്റെ ഭഗവാനെ കാണാൻ പോണെയാണ്. മതിയടാ, വെറുപ്പിക്കല്ലടാ.